പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞ ഹമാസ് തീവ്രവാദ സംഘടനയെ പലസ്തീൻ അതോറിറ്റി ഇതോ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് ഹമാസിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട, ഹമാസ് ഭീകരവാദികൾ പലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയ ശേഷം ഈ രാജ്യത്ത് നിന്ന് തന്നെ ഓടിപ്പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത്രയും നാൾ ഹമാസ് പലസ്തീന് വേണ്ടി വാദിച്ചു, അല്ലെ ഹമാസിന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെയാണ് ലോകത്തിന് മുന്നിൽ വരച്ചിട്ട ഒരു ചിത്രം. ഇതാണ് പലസ്തീൻ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് പരസ്യമായിട്ട് തള്ളിക്കളഞ്ഞത്. ഞങ്ങൾക്ക് ഇയാളെ വേണ്ട, പലസ്തീന് സ്വാതന്ത്ര്യം നൽകിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല 1 വർഷത്തിനുള്ളിൽ അവിടെ ഇലക്ഷൻ നടത്തും. അപ്പോൾ നേരത്തെ അവിടെ നടന്ന ഒരു ഇലക്ഷനിലൂടെയാണ് ഈ പറയുന്ന ഹമാസ് അവിടെ അധികാരത്തിലേക്ക് വന്നത്. 2007 നടന്ന ഇലക്ഷനിൽ എതിർപക്ഷത്തുണ്ടായിരുന്നവരെ പരാജയപ്പെടുത്തി ഹമാസ് വിജയിച്ചു. എതിർത്ത് നിന്നവരെ മുഴുവൻ തന്നെ ക്രൂരമായി ആക്രമിച്ച് അവിടുന്ന് ആട്ടിപ്പായിക്കുകയായിരുന്നു. ഇതേ ഹമാസ് ഭീകരർ ഇപ്പോൾ ഈ ബന്ദികളെ ഒളിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. തുടർന്ന് പലസ്തീൻകാരായ 65,000-ഓളം പേർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിന് കാരണക്കാർ ഹമാസാണ്. അതുകൊണ്ട് പലസ്തീൻ അതോറിറ്റി പറയുകയാണ് ഇസ്രായേലിൻ്റെ നിലപാട് തന്നെയാണ് ശരി. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുപോലെ ഹമാസിനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ആട്ടിപ്പായിക്കാൻ അല്ലെങ്കിൽ ഓടിച്ചു കളയാനായിട്ട് ഗസ നിവാസികളും തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ ഗസ നിവാസികൾ ഇനി ബങ്കറുകളിലും മറ്റും പരിശോധിച്ച് ഹമാസിനെ ആട്ടിപ്പായിക്കുമെന്നാണ് പലസ്തീൻ്റെ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് തന്നെ ഇക്കാര്യം പറയുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇസ്രായേലിൻ്റെ കരസേന നീങ്ങിക്കഴിഞ്ഞ് ടാങ്കുകളുടെ ആക്രമണം നടക്കുന്നുണ്ട്. അതായത് ഹമാസിനെ മുച്ചൂടും മുടിച്ചുകൊണ്ട് ഗസ സിറ്റിയെ ക്ലീൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടി ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് $6.4 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നു. കവചിത വാഹനങ്ങൾ, 30 അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇവയൊക്കെ നൽകുന്നു എന്ന് പറഞ്ഞാൽ കരസേന ആക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ വ്യോമസേനയുടെ ആക്രമണവും ഉണ്ടാവും. ഒപ്പം പലസ്തീൻ അതോറിറ്റി ഈ ഹമാസിനെതിരായിട്ട് നിലപാടും സ്വീകരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഗസയുടെ കൺട്രോൾ ഏറ്റെടുത്താൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഇത് പലസ്തീൻ അതോറിറ്റി മുന്നിൽ കാണുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകര തീവ്രവാദ സംഘടനയെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ അവരെ പുറന്തള്ളുമെന്ന് പറയുന്നു. അപ്പോൾ തോൽവി ഏതാണ്ട് ഉറപ്പിച്ച രീതിയിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് ഹമാസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ആളുകളെ പേടിപ്പിച്ച് കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതായത് നിലവിൽ പലസ്തീനിലുള്ള 3 പേരെ കണ്ണൊക്കെ മൂടിക്കെട്ടി ബന്ദികൾ എന്ന നിലയിൽ കൊണ്ടുവന്നിട്ട് ഗസ സിറ്റിയുടെ നഗരമധ്യത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ഒരു കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇവർ പലസ്തീനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതാണ്, ഹമാസിനെതിരെ ചാരപ്പണി നടത്തിയതാണ്, അങ്ങനെ ചെയ്താൽ ഇതാണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഇവരെ നിരത്തി നിർത്തി യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നു. മനുഷ്യത്വരഹിതമായ നടപടി തന്നെ. അതായത് നിലവിൽ പലസ്തീനിലുള്ള ജനങ്ങളെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള തന്ത്രം ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് പേടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആക്രമണം ഇതിലും രൂക്ഷമായിരിക്കും എന്നൊരു മെസ്സേജ് ഹമാസ് കൊടുക്കുകയാണ്. മാത്രമല്ല ഇസ്രായേലി ബന്ദികളുടെ ചിത്രങ്ങൾ ഇപ്പോൾ ഹമാസ് പുറത്തുവിടുന്നു. അതായത് വിടവാങ്ങൽ ചിത്രം എന്ന നിലയിൽ 47 ഫോട്ടോകളാണ് പുറത്തുവിട്ടത്. ഈ 47 ഫോട്ടോകളും ശരിക്കും പറഞ്ഞാൽ ഈ ലെബനനിൽ നിന്ന് കാണാതായ ഇസ്രായേലി എയർഫോഴ്സിൻ്റെ ഒരു കമാൻഡറുണ്ട്, ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. റോൾ അരാദ് 1, റോൾ അരാദ് 2, റോൾ അരാദ് 3 എന്നിങ്ങനെ 47ഓളം ചിത്രങ്ങൾ വെച്ചിട്ട് പറയുന്നു ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ബന്ദികളാണ്, ഇവരെ എല്ലാം ഞങ്ങൾ തീർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 1986 ലെബനനിൽ കാണാതായ റോൾ അരാദ് പിന്നീട് 2016 കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഏതാണ്ട് സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ബന്ദികളെ വെച്ച് വില പേശുന്നു എന്നൊരു തന്ത്രം ഹമാസ് സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ചാൽ വീണ്ടും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഭീകര സംഘടനയായി പ്രവർത്തിച്ച അല്ലെ പ്രഖ്യാപിച്ച ഹമാസ് ഇപ്പോഴും പലസ്തീന് വേണ്ടി നിലകൊള്ളുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത്. 1987 മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒരു ശാഖ എന്ന നിലയിലാണ് ഈ ഹമാസ് പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്ന ലേബലിൽ പലസ്തീനിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ ബലം പ്രയോഗിച്ച് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അന്ന് സൈനിക സാമ്പത്തിക പിന്തുണയൊക്കെ നൽകിയത് ഇറാനാണ്. അപ്പം ഇറാൻ്റെ പൊളിറ്റിക്കൽ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഹമാസിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്.
അതായത് കിഴക്കൻ ജെറുസലേം, ഗസ, അധിനിവേശ വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു ഇസ്ലാമിക രാജ്യം വേണം. ഇതൊക്കെയായിരുന്നു പലസ്തീൻ്റെ അവകാശവാദം. അന്ന് ഇസ്രായേലും അതിനോട് യോജിച്ചതാണ്. പക്ഷേ പിന്നീട് ഈ ഹമാസിൻ്റെ അതിക്രമങ്ങൾ കൂടുതലായപ്പോൾ അവർ അതിനോട് വിയോജിച്ചു. അതായത് 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണം അങ്ങേയറ്റം അപലപിക്കേണ്ടതാണെന്ന് ഇപ്പോൾ പലസ്തീൻ അതോറിറ്റി പറയുന്നു എന്ന് പറഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആക്രമണത്തിന് ശേഷം ഈ ഹമാസിൻ്റെ പോരാളികളുടെ എണ്ണം ഇസ്രായേൽ പൂർണ്ണമായിട്ടും കുറച്ചിട്ടുണ്ട്. 2023 നടത്തിയ ആക്രമണ സമയത്ത് 30,000 ഹമാസ് പോരാളികൾ ഗസയിലുണ്ടായിരുന്നു. എന്നാൽ 2024 ഓഗസ്റ്റ് ആയപ്പോഴേക്കും അത് 17,000 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭീകരവാദികളെ, തീവ്രവാദികളെയൊക്കെ കൊന്നു തള്ളിയിരുന്നു. അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ ഇസ്രയേലിനെ എതിർക്കാനായിട്ട് ഹമാസിൻ്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ഇസ്മയിൽ ഹനിയായിരുന്നു. ഇയാൾ ഖത്തർ ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. 2024 ജൂലൈ ആയപ്പോഴേക്കും ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു യോഗത്തിൽ, ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇയാൾ പോകുന്നു. അവിടെ വെച്ച് മൊസാദ് കൃത്യമായിട്ട് ഇയാളെ ലക്ഷ്യം വെക്കുകയും കൊന്നു തള്ളുകയുമായിരുന്നു. ഇതിന് ശേഷം തലപ്പത്തേക്ക് വരുന്നത് ഇസ്മയിൽ ഹനിയുടെ പിൻഗാമി എന്ന നിലയിൽ യാഹിയ സിൻവറാണ്. അന്ന് യാഹിയ സിൻവർ ഈ ഖത്തർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു, ചില നീക്കങ്ങൾ നടത്തുന്നു, ഗസയിൽ ഒളിച്ചു താമസിക്കുന്നു. അവിടെയും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കടന്നു ചെന്ന് ഇയാളെ കണ്ടെത്തുകയും ഇയാളെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇതിനുശേഷം ഈ ഹമാസിൻ്റെ നിയന്ത്രണം 5 അംഗ കൗൺസിലിൻ്റെ കയ്യിലേക്ക് വന്നു. പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ഈ യാഹിയ സിൻവാറിൻ്റെ ഡെപ്യൂട്ടി എന്നറിയപ്പെടുന്ന ഖലീൽ അൽ ഹയ്യ ആയിരുന്നു. അപ്പോൾ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിൽ, അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടിയിട്ട് അനൗദ്യോഗിക ചർച്ചയിലൊക്കെ തന്നെ ഈ ഖത്തറിൽ പങ്കെടുക്കുന്നത് ഈ ഖലീൽ അൽ ഹയ്യയാണ്. ഇയാളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനാണ് 2025 സെപ്റ്റംബർ സൗദിയിലെ ദോഹ ലക്ഷ്യമാക്കിയിട്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത്. അന്ന് പക്ഷേ ഇയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ നേതൃത്വം മാറി മാറി വരുന്ന ഹമാസിനെ ഇനി ഞങ്ങൾക്ക് വേണ്ട, അവർ ഖത്തറിലിരുന്ന് പണം ഉണ്ടാക്കുന്നു, അവിടെ ഇരുന്നിട്ട് ഇവിടെയുള്ള ജനങ്ങളെ കുരുതി കൊടുക്കുന്നു. ഇതാണ് പലസ്തീൻ അതോറിറ്റി നിലപാടെടുക്കുന്നത്. അതുകൊണ്ടാണ് മഹബൂബ് അബ്ബാസ് പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന്, അല്ലെ ഞങ്ങളുടെ ദേശത്ത് നിന്ന് ഹമാസ് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകണം. അതുകൊണ്ട് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം. 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തും. എന്നിട്ട് പുതിയ ഭരണകൂടം അവിടെ അധികാരത്തിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ആർക്കും ആവശ്യമില്ലാതെയായി വരും. എന്തായാലും ചരിത്രത്തിൽ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു 2023 ഒക്ടോബറിൽ നടത്തിയത്. അന്ന് ആക്രമണം നടത്തിയതിന് ഹമാസ് പറഞ്ഞത് പതിറ്റാണ്ടുകളായുള്ള ഇസ്രായേലിൻ്റെ അടിച്ചമർത്തൽ, അതുപോലെ തന്നെ പലസ്തീന് മേലുള്ള ആളുകൾക്ക് മേലുള്ള കൊലപാതക ശ്രമങ്ങൾ, ഗാസ മുനമ്പിൽ വർഷങ്ങളായി തുടരുന്ന ഉപരോധം എന്നിവയ്ക്കുള്ള മറുപടി ഇത് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ പലസ്തീൻ പറയുന്നു, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ആരും ചെയ്യേണ്ട കാര്യമില്ല. ഹമാസ് ഭീകരവാദികളെ ബങ്കറിലും മറ്റും ചെന്ന് പിന്തുടർന്ന് അവരെ കൊലപ്പെടുത്തണം. ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ഹമാസ് വീണ്ടും ഈ ഗസയിൽ പിടിമുറുക്കാൻ, അല്ലെ പലസ്തീൻകാരെ പേടിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. ഇതിനെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് മഹബൂബ് അബ്ബാസ് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുടെ സഹായം വേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോകണം. അപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഏതാണ്ട് കറക്റ്റാണ്. കാരണം കരയുദ്ധം നടത്തുന്നത് അവിടെയുള്ള 48 ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ്. അതിൽ 20 പേരെ ജീവനോടെ ഉള്ളൂ. 28 പേരും കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ബന്ദികളെ മോചിപ്പിക്കുന്നത് വരെ ഞങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കില്ല. അതുപോലെ തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്നത് വരെ ഞങ്ങളുടെ ഈ യുദ്ധം നിർത്തില്ല. ഇത് നെതന്യാഹു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ലോകത്തിന് മുന്നിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബങ്കറുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ ഇവർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള വലിയ കെട്ടിടങ്ങൾ തകർത്തുകൊണ്ട് ഇസ്രായേൽ കരസേനയുടെ മുന്നേറ്റം തുടരുന്നു. അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുന്നു. ചുരുക്കം പറഞ്ഞാൽ ഹമാസ് ഭീകരവാദികൾക്കെതിരെ ഇസ്രായേൽ സൈന്യവും പലസ്തീൻ അതോറിറ്റിയും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു വശത്തുകൂടി ഇസ്രായേൽ കരസേനയും വ്യോമസേനയും ഹമാസിനെ തീർക്കാനുള്ള ആക്രമണം നടത്തുന്നു. മറുവശത്ത് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ മഹ്മൂദ് അബ്ബാസ് പറയുന്നു, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളൂ, നിങ്ങളെ ഇനി ഇവിടെ കഴിയാൻ അനുവദിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഹമാസിനെ ഇനി മുന്നും പിന്നും നോക്കാനില്ല. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അവർക്ക് അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഇതിൻ്റെ അധികാരം കയ്യിൽ നിർത്താം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഖലീൽ അൽ ഹയ്യെ തീർത്തുകൊണ്ട് ആ ഒരു നീക്കം കൂടി അവസാനിപ്പിക്കാനായിരിക്കും ഇസ്രായേലിൻ്റെ ശ്രമം. പലസ്തീനും എതിർത്തതോടെ ഇനി ഹമാസിന് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.